ചില ആളുകൾ ചട്ടി എടുത്തുകൊണ്ട് സമരത്തിനിറങ്ങും, മാധ്യമങ്ങൾ വലിയ കോലാഹലം കൊടുക്കും. ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം നടക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ വന്നാൽ ഏതെങ്കിലും ഒരു ഉപകരണം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാൽ അതോടുകൂടി മെഡിക്കൽ കോളേജെല്ലാം തകർന്നു, അതോടുകൂടി ആശുപത്രികൾ തകർന്നു, അതോടുകൂടി ഭരണം തകർന്നു. ഓരോ ദിവസവും ആഖ്യാനം എഴുതുകയാണ്. അല്ല, അതിലിപ്പോൾ പുതിയതായി വന്നിട്ടുള്ള പോലീസാണ്. NRI അതിൽ പുതിയതായി ഇപ്പോൾ ജനങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പോലീസാണെന്നാണ് അതില് ഈ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ സാധാരണഗതിയിൽ ഈ ഒരു ഇല്ലെങ്കിൽ പിന്നെ പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, പെണ്ണ് കിട്ടില്ല പെങ്ങളെ കെട്ടുക എന്നൊരു പരിപാടി. അതല്ല ഈയിടെ നടത്തിയത്. ഒരു ഇന്ദു ചൂടൻ മരിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. മരിച്ചത് പോലീസ് മർദ്ദനം മൂലം. ആരാ പറയണത്? അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ ഈ ഇന്ദു ചൂടന് മർദ്ദനമായിട്ടെന്ന് പറയുന്നത് ഏത് കൊല്ലാണ്? 2000 ആണ്ടിലെ. അപ്പോൾ 25 കൊല്ലം മുമ്പത്തെ സംഭവമാണ് ഇപ്പോഴത്തെ പത്രത്തിലെ വാർത്ത. ഞാൻ പലതും നോക്കി. 10 കൊല്ലം പഴക്കമുള്ളത്, 15 കൊല്ലം പഴക്കമുള്ളത് എല്ലാം കൂടെ ചേർത്തിട്ട് കേരള പോലീസിനെതിരായിട്ടൊരു ആഖ്യാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഈയിടെ ഒരു പത്രത്തിലെ മുഖപ്രസംഗം കണ്ട് ഞെട്ടിത്തെരിച്ചു പോയി. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണായി എന്നാണ് പത്രത്തിലെ മുഖപ്രസംഗം. ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അതിൻ്റെ തലേദിവസ വാർത്ത എന്ന് പറയുന്നത് NRIF റാങ്കിങ്ങിൽ കേരളം മികച്ച നേട്ടമാണ്. 300 കോളേജുകൾ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനത്ത്. അതിൽ 74 കോളേജ് കേരളത്തിലാണ്. ആ 74 18 കേരളത്തിലെ സർക്കാർ കോളേജാണ്. ഈ സർക്കാർ കോളേജ് നേട്ടമുണ്ടാക്കിയത് കിബിയിലെ നടക്കുമോ? ഇവിടുത്തെ സർവകലാശാലകൾ, കേരള സർവകലാശാല 6ാം സ്ഥാനത്ത്, ആ കുസാറ്റ് 7ാം സ്ഥാനത്ത്. ഏത് ആകെ 100 എണ്ണത്തിൽ 6 7 കേരളത്തിലെ സർവകലാശാലകൾ ആദ്യത്തെ ഒരു 50-നകത്ത് കിടക്കുകയാണ്. ഇത്രയും മികവാർന്നൊരു കേരളം ഉണ്ടായിട്ട് NRIF റാങ്കിങ്ങിൽ ഇതില്ല ഈ നേട്ടമെല്ലാം ഉണ്ടാക്കിയിട്ടും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കിനെ കണക്ക് വന്നപ്പം അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മളെന്നുള്ള റിപ്പോർട്ട് ഏറ്റവും അവസാനം പുറത്തു വന്നില്ലേ? പക്ഷെ തകരുന്ന കേരളം, ഈ കേരളം തകരുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുള്ളൂ, ഇനി മോദിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേരളത്തെ, കോൺഗ്രസ്സുകാർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം കേരളം എന്ന് പറയുന്നത് എങ്ങനെ വളർത്തണം നമുക്ക് പഠിച്ചു.